നമസ്കാരം. നമ്മുടെ ഒരുപാട് തലമുറകളെ ഒരുപാട് പാട്ടുകൾ കൊണ്ട് അനുഗ്രഹിച്ച നമ്മുടെ പ്രിയ ഗായിക ആശാ ഭോസ്ലെ 92 വയസ്സായിരുന്നു. നമ്മളോട് വിട പറഞ്ഞു കുറച്ച് മുന്നേ തന്നെ. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലൊരു ആശുപത്രിയിലായിരുന്നു എന്താ പറയുക ആശാ ഭോസ്ലെ മാം മരിച്ചത്. സോ ആശുപത്രിയിൽ തന്നെ കുറേ നാളുകളായിട്ട് 1-2 മാസത്തോളം ചികിത്സയിലായിരുന്നു. ആ ചികിത്സയിലിരിക്കുമ്പോൾ തന്നെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഏകദേശം 10-9 ഭാഷകളിലായിട്ട് ഒരുപാട് പാട്ടുകൾ 10-20,000 പാട്ടുകളേറെ നമ്മുടെ ഇന്ത്യൻ ചലച്ചിത്ര ഗാനരംഗത്തും അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിലൊക്കെ ഒരുപാട് പാട്ടുകൾ ആലപിച്ച ആശാ ഭോസ്ലെ മാം നമ്മുടെ ഇന്ത്യയിൽ അഭിമാനമായിരുന്നു. ഗിന്നസ് റെക്കോർഡിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. 7-8 പതിറ്റാണ്ടുകളിലൂടെ നമ്മുടെ ഇന്ത്യൻ സിനിമാ ലോകത്തിന് ആ സംഗീതത്തിന് ഒരുപാട് ജീവൻ നൽകിയ ഒരു മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വലിയൊരു പ്രതിഭയായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ആരും ആ ഒരു നമുക്ക് തന്ന ആ സംഭാവനകൾ മറക്കരുത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് നിരവധി പുരസ്കാരങ്ങൾ എനിക്ക് ആശാ ഭോസ്ലെ മാം നേടിയെടുത്തിട്ടുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട് 2008-09. നെല്ല് സിനിമ, അതുപോലെ കദളി ചെങ്കദളി. അപ്പോൾ ഇതൊക്കെ ഓർത്തുകൊണ്ട് ഈ ഒരു സമയത്ത് ആശാ ഭോസ്ലെ മാമിന് ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ് ഞങ്ങൾ നേരുകയാണ്. എല്ലാവിധ ആത്മശാന്തിയോടെ.